പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിലെ രണ്ടാമത്തെ തിങ്കളാഴ്ചയായ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെ വാക്യങ്ങൾ. ഏറെ പരിചിതമായ ധനവാന്റെയും ലാസറിന്റെയും കഥയാണ്. ഈശോ പറഞ്ഞ ഈ ഉപമയിൽ നമ്മൾ വായിക്കുന്ന ഒരു പ്രത്യേക വാക്യം, അല്ലെങ്കിൽ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: ധനവാൻ എന്നു സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിച്ചിരുന്നു. ജീവിക്കാൻ വേണ്ടിയാണ് ഭക്ഷിക്കേണ്ടത്. അത് ഈ ധനവാനെ സംബന്ധിച്ച് അവന് വലിയൊരു ആഘോഷത്തിനുള്ള അവസരമായിരുന്നു, വേദിയായിരുന്നു അവന്റെ ഭക്ഷണം. നമ്മൾ ഇന്ന് ആത്മീയമായി ഇതേക്കുറിച്ച് ചിന്തിക്കുന്നതാണ്: എൻ്റെ സഹോദരന്റെ വിശപ്പ് അകറ്റാനുള്ളത് എടുത്താണോ ഞാൻ എൻ്റെ ആഘോഷങ്ങൾ നടത്തുന്നത്? എൻ്റെ സഹോദരങ്ങളുടെ അത്യാവശ്യങ്ങളെ മറന്നാണോ, അതിനെ പരിഗണിക്കാതെയാണോ എൻ്റെ ആഘോഷങ്ങളും എൻ്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും നടക്കുന്നത്? ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ദൈവചിന്ത, ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ, എല്ലാവരുടെയും പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും നഷ്ടപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ 3 വിധ ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് പാപം സംഭവിക്കുന്നത്. ഈ ധനവാന്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവൻ എന്നെയും സ്വയം ആ ധനവാനെയും അതുപോലെ അവന്റെ പടിക്കൽ കിടന്ന ലാസറിനെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്ന് മറന്നു. തന്റെ പടിക്കൽ കിടന്ന സഹോദരനെ മറന്നു. അവന്റെ തന്നെ ആത്മാവിനെ മറന്ന് അവൻ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം തന്ന ദൈവത്തിന്റെ പദ്ധതിയെ മറന്ന് അത് ആനന്ദത്തിന്, ഒരു പാപത്തിലേക്ക് പോകുന്ന രീതിയിൽ അവന്റെ ഭക്ഷണ കാര്യങ്ങളെ അവൻ ഉപയോഗിക്കുന്നു. ശരീരത്തിന്റെ ആനന്ദത്തിന് വേണ്ടി മാത്രം ജീവിച്ച് ദൈവത്തെ മറന്ന്, സഹോദരങ്ങളെ മറന്ന്, സ്വന്തം ആത്മാവിനെ മറന്ന് ശരീരത്തിന്റെ ആനന്ദത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നിടത്താണ് പാപം ഉണ്ടാകുന്നത്. എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ അഭിലാഷങ്ങളും എൻ്റെ ആഘോഷങ്ങളും ഒക്കെ പാപമാകുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാൻ ഇന്ന് ഈശോ ആവശ്യപ്പെടുന്നു. നമ്മുടെ സംസാരത്തിൽ നമ്മൾ സംസാരിച്ച് ആനന്ദിക്കുന്നുണ്ടാവാം, പാപമാകുന്നുണ്ടോ? നമ്മുടെ പെരുമാറ്റങ്ങൾ നമുക്കിഷ്ടമുള്ളത് മാത്രം ചെയ്ത് ആനന്ദമാകുന്നുണ്ടാവാം. അത് ദൈവികമല്ലാത്ത ആനന്ദമാണെങ്കിൽ, അത് ഭൗമികമായ തലത്തിലുള്ള ആനന്ദം മാത്രമാണെങ്കിൽ അത് പാപത്തിലേക്ക് പോകുന്ന സാഹചര്യമാവാം. എന്നിലത് സംഭവിക്കുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ആനന്ദങ്ങളും ഞങ്ങളുടെ ആഘോഷങ്ങളും മിതമായിരിക്കണമെന്നും ദൈവത്തെ മറന്നുകൊണ്ടുള്ള, സഹോദരങ്ങളെ മറന്നുകൊണ്ടുള്ള ആഘോഷങ്ങളെ അങ്ങ് വിലമതിക്കുന്നില്ലെന്നും ഇന്നത്തെ സുവിശേഷം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള, സഹോദരങ്ങളെ മറന്നുള്ള, ദൈവത്തെ മറന്നുള്ള ആഘോഷങ്ങളിലേക്കും ആനന്ദങ്ങളിലേക്കും പോകാതിരിക്കാനും, പരിശുദ്ധ മറിയം ആത്മാവിൽ ആനന്ദിച്ചതുപോലെ ദൈവത്തിൽ ആത്മാവിൽ ആനന്ദിക്കുന്നവരാകുവാനും ഞങ്ങളെ ഈ നോമ്പ് കാലത്ത് പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.